2024 ടൈമിൽ ഈ വണ്ടി വാങ്ങിയപ്പോൾ കൗതുകം കൊണ്ട് വാങ്ങിച്ചതാണ് ഈ റിമോട്ട് കൺട്രോൾ വേരിയന്റ്. അത് പിന്നീട് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന്റെ പരിപാടി എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് താഴത്തെ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇഗ്നിഷൻ ആണോ, പിന്നെ ഈ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് സെൽഫ് സ്റ്റാർട്ട് അടിച്ചിട്ട് വണ്ടി ഓൺ ആക്കിയിട്ട് താഴെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ സ്പേസിനകത്തേക്ക് നമുക്ക് താക്കോൽ വെക്കാൻ പറ്റും. അപ്പോൾ പണിയിട്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച രാത്രി ഇതിനൊക്കെ ഒരു സ്ഥലത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് അതിനകത്തേക്ക് ആസ് യൂഷ്വൽ ആ സ്പേസിലേക്ക് ഡേറ്റയ്ക്ക് നോക്കുന്നുണ്ട് സാധനങ്ങളുണ്ടാകും. ഓക്കെ, ഭാഗ്യമുണ്ട്. പക്ഷേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സാധനം കാണുന്നില്ല, എവിടെയോ പോയി. ഞാനോ ടെൻഷനായി, ഇത് എവിടെ പോയെന്ന് അറിയാൻ വയ്യ. ഞാൻ പിന്നെ സീറ്റ് തുറന്ന് നോക്കി, പോക്കറ്റിൽ നോക്കി, ആ സ്പേസിൽ നോക്കി, അവിടെ ഇവിടെ നോക്കി. പിന്നെ തിരിച്ച് സാധനങ്ങൾ വാങ്ങിച്ച കടയുടെ ഫ്രണ്ടിൽ MC റോഡിന് നടുക്ക്, ട്രാഫിക് സിഗ്നലിൻ്റെ നടുക്ക് ഏതാണ്ട് ഈ അവസ്ഥയിലാണ് സാധനം കിട്ടിയത്. ഏതൊക്കെയോ വണ്ടി കയറി ഇറങ്ങി ഏതാണ്ട് പട്ടി അടിച്ച അവസ്ഥയിലാണ് നമുക്ക് സാധനം കിട്ടിയത്. അപ്പോഴാണ് സംശയം ഈ സാധനം വർക്ക് ചെയ്യുമെന്നാണ്. അവിടെയാണ് ശരിക്കും ഹോണ്ട ഞെട്ടിച്ചത്. ഹോണ്ട ബിൽഡ് ക്വാളിറ്റി സബ്മിറ്റ് കൊടുത്തിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, സ്റ്റിൽ വർക്കിംഗ്. ഇപ്പോഴും എൻ്റെ കയ്യിരിപ്പുണ്ട്. നമ്മളെ കെയർലെസ്നെസ് എന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ശരിക്കും പൊളിയാട്ടോ. സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇതേ പട്ടി ഇതുവരെ പോയില്ലേ. അപ്പോൾ ശരിയെന്നാ, ഓക്കെ, ബൈ.